നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഘോര പറയുന്നുണ്ട്. ചേച്ചി പറയേ ചേച്ചി, എന്താണ് അവർ ഘോരം പറയുന്നത്? രാഹുൽ പീഡിപ്പിച്ചു, അവനും മനുഷ്യനാണ്, പീഡിപ്പിച്ചു, എല്ലാം ചെയ്തു. അതെ, മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പീഡിപ്പിക്കും, സ്വാഭാവികം. മനുഷ്യന്മാരല്ലേ, എങ്ങനെയൊക്കെ പീഡിപ്പിക്കാം, ഓടിച്ചിട്ട് പീഡിപ്പിക്കാം, ചാടിച്ചിട്ട് പീഡിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കാം. അതിനുള്ളൊരു ലൈസൻസ് തന്നെ മനുഷ്യന്മാർക്കുണ്ട്. മനുഷ്യന്മാരായാൽ, മനുഷ്യന്മാരിൽ ആണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പീഡിപ്പിച്ചെന്നൊക്കെ വരും. സഹോദരി പറഞ്ഞു മനുഷ്യരാണ്, അവരുടെ കൂട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് പീഡിപ്പിക്കുന്നതിലും വലിയ തെറ്റാണ് എന്ത് മറ്റേ പുള്ളിക്കാരി ചെയ്ത റെക്ടർ സ്കെയിലിൽ പീഡനം അളക്കുന്നത് എന്നാണ് ഈ സഹോദരി പറഞ്ഞു വരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏതോ വലിയ അന്ധം ഫാനാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? വിവരമില്ലായ്മയ്ക്ക് ഒരു പരിധിയില്ലേ ദൈവമേ. ഇനി പുള്ളിക്കാരി ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, കോൺഗ്രസിനകത്തെ ആണുങ്ങൾ മനുഷ്യന്മാരായ ചിലപ്പോൾ പീഡിപ്പിച്ചേക്കാം എന്ന് രാഹുൽ ചെയ്ത കാര്യത്തിനെ വെളുപ്പിക്കുന്നതാണോ? സ്ത്രീയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ മറ്റു പീഡനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒത്തിരി വ്യത്യാസങ്ങളാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയം. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റേപ്പ് ചെയ്യുന്ന പോലെ ഫലമായി ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടുള്ള ഒരു റേപ്പല്ല ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ ആദ്യം റേപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഒരു സ്ത്രീൻ്റെ മനസ്സിനെയാണ്. അവരുമായിട്ട് അടുക്കുകയും ഞാൻ നിന്നെ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പല സ്ത്രീകൾക്ക് വാഗ്ദാനം കൊടുക്കുകയും ശേഷം അവരോട് സ്നേഹത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവരുമായിട്ട് വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും ശേഷം അവരുമായിട്ട് ബെഡ് ഷെയർ ചെയ്യുകയും ചെയ്തതിന് ശേഷം തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികളെ നമുക്ക് പാഴി ഒഴിവാക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? ഒന്നെങ്കിൽ അയാളത് സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം, ഒരു പെൺകുട്ടീനെങ്കിലും സ്വീകരിക്കാനുള്ള മനസ്സ് അയാൾ ആ സമയത്ത് കാണിക്കണം. അതല്ലാണ്ട് ഇതൊരു ഹോബി ആക്കിയിട്ട് ഒരു MLA എന്ന് പറയുന്ന ഒരു സ്ഥാനം ദുരുപയോഗം ചെയ്തിട്ട് കണ്ണി കാണുന്ന പെൺകുട്ടികളെല്ലാം, എല്ലാവരെയും പറയുന്നില്ല, എന്നാലും ചുരുക്കം അയാളുടെ ലിസ്റ്റിൽ പെടുന്ന പെൺകുട്ടികളോടൊക്കെ കല്യാണം കഴിക്കാലോ, അതിനിപ്പോൾ എന്താ പ്രശ്നം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് അച്ഛനും അമ്മയും കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് സ്ത്രീനോട് പിന്നെ പറയാം ഓക്കെ നമുക്ക് സമയം ഇനി നമുക്ക് വിവാഹം കഴിക്കാമെന്ന് ഒരു പെണ്ണ് ആവശ്യപ്പെടുന്ന സമയത്ത് പറയാം അതിൻ്റെ രാഷ്ട്രീയ ഭാവിനെ ബാധിക്കും, സോ നമുക്ക് ഈ ഒരു ബന്ധം ഇവിടുന്ന് അവസാനിപ്പിക്കാം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഒരു സ്ത്രീ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നിങ്ങൾ പറയും, എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നെഞ്ഞി തല്ലി കരയണമോ? അതൊരു പീഡനമല്ല എന്ന് അവർക്ക് തന്നെ അറിയുന്നത് കൊണ്ടാണ് ആ സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിയമത്തിനകത്ത് തന്നെ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ അതിൻ്റെതായ നിയമങ്ങളൊക്കെ ഉണ്ടില്ലേ? അപ്പം കുറ്റക്കാരൻ ആരാണ്? ഇയാൾ തന്നെയാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ മനുഷ്യന്മാരായ പീഡിപ്പിക്കും, ഓടിച്ചിട്ട് പീഡിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും തോന്നുകയാണ്. അല്ലെങ്കിൽ അയാൾ നിയമത്തിന് മുമ്പിൽ വന്നിട്ട് ഞാൻ കുറ്റക്കാരനല്ലാന്ന് തെളിയിക്കണം, നിയമ നടപടികൾക്ക് വിധേയനാവണം. ഇതൊന്നും ചെയ്യാണ്ട് അവിടെയും പോയി ഒളിച്ചെന്ന് ഇവിടെയും പോയി ഒളിച്ചെന്ന് ഒരുമാതിരി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ട് ശരിയല്ല. അതേമാതിരി വേറൊരു പെണ്ണുണ്ട്, ശ്രീലക്ഷ്മി. ഈ രേണുവിൻ്റെയൊക്കെ വിവാദങ്ങളിൽ ഏർപ്പെട്ട് രേണുവിനോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നൊരു നടി ചെറിയ എന്തോ കുഞ്ഞു സോഷ്യൽ മീഡിയ ആൽബങ്ങളിലോ ഷോർട്സിലോ റീൽസിലോ ഏതാണ്ടൊക്കെ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി. അവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ വല്ലാതെ വെളുപ്പിച്ച് സംസാരിക്കുന്നത് കേട്ടു. ആ പെണ്ണ് സമ്മതിക്കാതെ ഒരു കാര്യങ്ങൾ സംഭവിക്കില്ല. പിന്നെ ആ മനുഷ്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചാറ്റിങ്ങിന്റെ കാര്യമാണെങ്കിലും അങ്ങോട്ട് കുറെ ചാറ്റ് ചെയ്തു, കുറെ കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളി അങ്ങനെ പറഞ്ഞു, പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. അത് തുടക്കത്തിലേ നിർത്തണമായിരുന്നു, അല്ലെങ്കിൽ തുടക്കത്തിലെ പബ്ലിക്കിൽ പറയണമായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ആ പെണ്ണ് സമ്മതിക്കാൻ ഉണ്ടായ പശ്ചാത്തലം എന്താണ് എന്ന് ഇവർക്ക് അറിയണ്ട. അത് ഇവർക്ക് അറിയാൻ വേണ്ട, ഒന്നും വേണ്ട. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നത് എന്നുള്ളത് ഒന്നും ഇവർക്ക് ബാധിക്കുന്ന വിഷയമേ അല്ല. അപ്പം ഇയാളിനി ഇങ്ങനെ എന്ത് വേണമെങ്കിലും എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും ബെഡിലോട്ട് ക്ഷണിച്ചോട്ടെ, സ്ത്രീകൾ പോരുത് എന്ന് വേണം നമ്മളെല്ലാവരും കരുതാൻ കേട്ടോ. നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. പുരുഷന്മാരാവുന്ന സമയത്ത് ചിലപ്പോൾ നരമ്പിൻ്റെ അസുഖമുള്ളവരെല്ലാവരും വന്നിട്ട് ഇങ്ങനെ നമ്പർ തരും, പ്രണയം പ്രകടിപ്പിക്കും, ബെഡ് ഷെയർ ചെയ്യാൻ വിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ചിലപ്പോൾ തോണ്ടും മാന്തും. അപ്പം നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഇങ്ങനെ മാറിപ്പോണം. എത്ര കാലം? അതും കൂടെ ചോദിക്കണം. എത്ര കാലം നമ്മൾ ഇതിനകത്തൊക്കെ മാറി പോകേണ്ടത്? ഒരുപാട് വർഷം, ഒരു 25 വർഷം, 30 വർഷം, 40 വർഷം, അല്ലെങ്കിൽ ലൈഫ് ലോങ്, അല്ലെങ്കിൽ ഒരു പെണ്ണെന്ന് പറയുന്ന ഒരു ജനറേഷൻ നിലയ്ക്കുന്നിടത്തോളം കാലം നമ്മൾ വേണം എല്ലാത്തിനും നോ പറഞ്ഞു പോകാൻ. അവിടെയും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്ത്രീനെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ഒരു പുരുഷനെ ഉപദേശിക്കാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെങ്കിൽ പുരുഷന്മാർ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ആ സ്ത്രീൻ്റെ ഭാഗത്തുള്ളത് ഒരുപക്ഷെ ചതിക്കപ്പെട്ടതിലുണ്ടായ വിഷമവും ഫ്രസ്ട്രേഷനും എല്ലാം ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിനുള്ള കാരണം. ഒരു പെൺകുട്ടി പുറത്തേക്ക് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് അവളെ പോലെ ഒരുപാട് പെൺകുട്ടികൾ അതിനിരയായിട്ടുണ്ടെന്ന് ഓരോരുത്തർ തിരിച്ചറിഞ്ഞ് വെളിപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത്. അത് ആലോചിച്ച് നോക്കുക. ഈ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയൊന്നുമില്ല കമ്പനിയായിട്ട് പോയിട്ട് കേസ് കൊടുക്കാൻ. അല്ലാണ്ട് തന്നെ ഒരു പെൺകുട്ടി പറയുന്ന സമയത്ത് ശരി, അപ്പോൾ ആ പെൺകുട്ടിയോട് ചെയ്തതിന് പിന്നാലെയാണ് എന്നോട് ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് മുമ്പാണ് ഞാൻ ഇയാൾക്ക് ഇരയായതെന്ന് തിരിച്ചറിയുന്ന സമയത്താണ് ഓരോ പെൺകുട്ടികളും അവർക്കെതിരെ രംഗത്തേക്ക് വരുന്നത്.
അപ്പം ഇങ്ങനെയുള്ളൊരു കാബാലികനെ, കാമപിശാശിനെ, കാമഭ്രാന്തനെ വെച്ച് പൊറുപ്പിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട നിയമ നടപടികൾ നിയമത്തിന് മുമ്പിൽ വാങ്ങിക്കൊടുക്കുകയാണോ വേണ്ടത്? നിങ്ങൾ തന്നെ പറയുക. ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ പറയാം. നിങ്ങൾക്ക് വീട്ടിലെ പെൺകുട്ടികളോ സഹോദരിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എൻ്റെ സഹോദരിനെ എൻ്റെ മോളെ നാളെ ഇങ്ങനെ ഒരുത്തിന് വന്നിട്ട് ആശിപ്പിച്ച് പ്രണയത്തിലാവുന്ന സമയത്ത് ഒരു കപ്പിൾസ് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. സൊസൈറ്റിക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. നാളെ പിറ്റേന്ന് അവൻ അവളെ തേച്ചിട്ട് പോയിട്ട് വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് മറ്റൊരു ദിവസം വാർത്ത വഴിയോ വേറെ ഏതെങ്കിലും വഴിയോ ഇവർ തിരിച്ചറിയാം, ഞാനൊരാൾ മാത്രമല്ല ഇവൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്, മറ്റു പല പെൺകുട്ടികളും ഇവൻ ഇതേ വാഗ്ദാനം നൽകിയിട്ട് എന്നെ ഇരയാക്കി അതേ സമയത്ത് തന്നെ മറ്റു പല പെൺകുട്ടികളെയും ഇരയാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? കിട്ടിയത് വാങ്ങി കക്ഷത്ത് വെച്ച് മിണ്ടാതിരിക്കണോ? എനിക്കറിയില്ല ഈ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.